അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ആ രോഗിക്ക് വേണ്ടി നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് ഒരു ക്ലാസ് മനസ്സിലാക്കിയിരുന്നു. ഇനി നമുക്ക് തന്നെ ഒരു രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ രോഗം ബാധിക്കാതിരിക്കാൻ പൊതുവായി നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ചില പ്രാർത്ഥനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, നമ്മൾ മുമ്പ് രോഗിയെ കാണുമ്പോൾ രോഗിക്ക് വേണ്ടി നിർവഹിച്ച പ്രാർത്ഥന തന്നെയാണ് അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവെ നീ പ്രയാസത്തെ നീക്കം ചെയ്യണമേ. ഇഷ്ഫി, നീയാണ് ശിഫ നൽകുന്നവൻ, നീ ശിഫ നൽകണമേ. അംത ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, നിന്റെ ശിഫയല്ലാതെ, നീ നൽകുന്ന രോഗശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല. അതായത് നീ മാത്രമാണ് രോഗത്തിന് ശമനം നൽകുന്നവൻ, മറ്റാർക്കും അതിന് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ശിഫ നൽകണം. ഷിഫ അൻ, എങ്ങനത്തെ ശിഫ നൽകണം? ലാ യുഗാദിറു സഖമ, രോഗം അല്പം പോലും ബാക്കിയാകാത്ത നിലക്ക് എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണമായ നിലക്കുള്ള ഷിഫ. അല്ലാഹുമ്മ ഷിഫ അൻ ആജിലൻ വ കാമിലൻ എന്നൊക്കെ നമ്മൾ ആശയം പറയാം. അള്ളാഹുവെ വേഗത്തിൽ എനിക്ക് നീ ശിഫ നൽകണേ, പൂർണ്ണമായ ശിഫ എനിക്ക് നൽകണമേ എന്നൊക്കെ വരുന്ന ഒരു ആശയം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണിത്. ഒരു രോഗം പോലും, രോഗത്തിന് അല്പം പോലും ബാക്കിയാകാത്ത നിലക്ക് അള്ളാഹുവെ എനിക്ക് നീ ശിഫ നൽകണമേ, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയും ഇല്ല, നീയാണ് ശിഫ നൽകുന്നവൻ. അതുകൊണ്ട് ജനങ്ങളുടെ റബ്ബായ അള്ളാഹു എൻ്റെ പ്രയാസത്തെ നീ നീക്കി തരണമേ. ഇത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന കാര്യമാണ്. രോഗം വന്ന ആളുകൾക്കും രോഗം വരാതിരിക്കാനും വേണ്ടി നമുക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു രോഗം ബാധിച്ച വ്യക്തിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ മന്ത്രിക്കുന്നു. ഒമിൻ കുല്ലി ഷൈഇൻ യുദീഖ്, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും. ഒമിൻ ഷർരി കുല്ലി നഫ്സിൻ, എല്ലാ ആത്മാവിൻ്റെയും ഷെറുകളിൽ നിന്നും. ഔ ഐനിൻ ഹാസിദിൻ, അസൂയാലുക്കളുടെ കണ്ണിൽ നിന്നും. നമ്മൾ കണ്ണേർ സത്യമാണെന്ന് പറഞ്ഞു, അത് കണ്ണേറാകാം, അല്ലെങ്കിൽ അസൂയയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാകാം. അതുകൊണ്ടാണ് ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ ആ അസൂയയിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മന്ത്രം ആ സൂറത്ത് തന്നെയാണ്. അതിൻ്റെ ആശയമാണ് ഇവിടെ ഔ ഐനിൻ ഹാസിദിൻ, അസൂയാലുക്കളുടെ കണ്ണുകളിൽ നിന്നും. അള്ളാഹുവെ ഞാൻ അള്ളാഹുവിനോട് നിനക്ക് വേണ്ടി മന്ത്രിക്കുന്നു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു യശ്ഫീഖ്, അള്ളാഹു നിനക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ മന്ത്രിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നിർവഹിക്കുക. ഇനി ഇത്തരം പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൽ ഊതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകളിൽ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖുമെല്ലാം ഊതുകയും എന്നിട്ട് ആ കൈകൾ കൊണ്ട് തൻ്റെ ശരീരം തടവുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ നിലയ്ക്ക് സ്വന്തം ശരീരത്തിൽ നമുക്ക് ഊതാൻ കഴിയുന്ന ഭാഗത്ത് ഊതാം, അതല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഊതിയതിനു ശേഷം ആ കൈകൊണ്ട് ശരീരം തടവാം. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നിലക്ക് മന്ത്രിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണിത്. ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിനക്ക് മന്ത്രിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ യുദീഖ്, നിന്നെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും. ഒമിൻ ഷർരി കുല്ലി നഫ്സിൻ, എല്ലാ ആത്മാവിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും ഷെറിൽ നിന്നും. ഔ ഐനിൻ ഹാസിദിൻ, അല്ലെങ്കിൽ അതോടൊപ്പം എല്ലാ അസൂയാലുക്കളുടെയും കണ്ണുകളിൽ നിന്നും, കണ്ണേറിൽ നിന്നും. അള്ളാഹു യശ്ഫീഖ്, അള്ളാഹു നിനക്ക് ശിഫ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ മന്ത്രിക്കുന്നു. ഇതേപോലെ തന്നെ നിർവഹിക്കാവുന്ന മറ്റൊരു പ്രാർത്ഥന, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഇമാം മുസ്ലിം തൻ്റെ 2186 ഹദീസായി നൽകിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ 2185 ഹദീസിൽ ഇപ്രകാരം കാണാം: ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിൽ. യുബ്രീഖ്, അള്ളാഹു നിനക്ക് ശിഫ നൽകട്ടെ. ബറ എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നിന്നുള്ള മോചനമാണ്. വയുബിരീക, നിനക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഒമിൻ കുല്ലി ദാഇൻ യശ്ഫീഖ്, എല്ലാ പ്രയാസത്തിൽ എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്, എല്ലാ അസൂയാലുവിൽ നിന്നും അവൻ അസൂയ കാണിക്കുമ്പോൾ. വശർരി കുല്ലി ദീ ഐനിൻ, എല്ലാ കണ്ണുകളിൽ നിന്നും, ദുഷ്ട കണ്ണുള്ളവരുടെ ആ ദോഷങ്ങളിൽ നിന്നും, അങ്ങനെയുള്ള നോട്ടങ്ങളിൽ നിന്നും, അതിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും അള്ളാഹു നിനക്ക് ശിഫ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുന്ന രോഗിക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാകാം, വേറെ രോഗിക്ക് വേണ്ടിയാകാം,
അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽപ്പെട്ട ഒന്നാണ് ബിസ്മില്ലാഹി യുബരീക് ഒമിൻ കുല്ലി ദാഇൻ യശ്ഫീക് ഒമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ വ ശർരി കുല്ലി ദീ ഐനി. അപ്പോൾ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിർവഹിക്കണം. ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങൾ എന്ന പേരിലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.